സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനം വന്നതിന് ശേഷം സുരേന്ദ്രൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും ആനി രാജയും ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നത്, ഞാൻ സ്ഥിരം വിസയിലാണ് എന്നാണ്. സർ, എനിക്കൊരു സംശയമുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന ആനി രാജയും രാഹുൽ ഗാന്ധിയും എങ്ങനെയാണ് ടൂറിസ്റ്റ് വിസക്കാരാകുന്നത്? നമ്മുടെ രാജ്യം, ഒരൊറ്റ ഇന്ത്യ, അതൊക്കെയല്ലേ നമ്മുടെ ദേശീയ നയത്തിന് അനുസൃതമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഡൽഹിക്കാരെ ഇന്ത്യക്കാരല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ആനി രാജയാണെങ്കിൽ ഡൽഹിക്കാരി അല്ല, അവര് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ഇരിട്ടിക്കാരിയാണ്. അപ്പൊ അവരെ നമുക്ക് ഒരു ടൂറിസ്റ്റ് വിസക്കാരിയായിട്ട് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു ടൂറിസ്റ്റ് വിസക്കാരനായിട്ട് പറയാൻ പറ്റുമോ? നമ്മുടെ നയത്തിന്, നമ്മുടെ ആദർശങ്ങൾക്ക് ഈ ഡൽഹിയെയും കേരളത്തെയും വേർതിരിച്ച് വിഭജിച്ച് കാണുന്ന രീതി ശരിയാണോ സർ? രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം എടുക്കുക. അദ്ദേഹം കേരളത്തിൽ താമസിക്കുന്ന ആളല്ലല്ലോ, ബാംഗ്ലൂരിലും ഡൽഹിയിലുമായിട്ട് താമസിക്കുന്ന അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. ആരും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നതെന്ന്. അനിലാനന്ദി ഏക്കേനയുടെ മകനാ, പക്ഷെ അദ്ദേഹം എത്രയോ കാലമായിട്ട് ഡൽഹിയിൽ സ്ഥിരതാമസമാണ്. അദ്ദേഹത്തെ ആരും ടൂറിസ്റ്റ് വിസക്കാരനായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 2 തവണ ഇവിടെ വന്നു, പ്രസംഗിച്ചു. അദ്ദേഹം ടൂറിസ്റ്റ് വിസയിലാണ് കേരളത്തിൽ വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ താങ്കൾ തന്നെ സുരേന്ദ്രൻ കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയാണ്. അദ്ദേഹം കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ടൊരു രാഷ്ട്രീയ പദവി ഏറ്റെടുക്കുന്നത് യുവമോർച്ചയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ടാണ്. അപ്പം കോഴിക്കോടുകാരനായ സുരേന്ദ്രൻ വയനാട് ടൂറിസ്റ്റ് വിസയിൽ പോയാണോ ഈ യുവമോർച്ചയുടെ പ്രസിഡന്റായത്? അത് മാത്രമല്ല കാര്യം സർ, നമ്മൾ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പോരാടാൻ നിൽക്കുക. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാല് ബർമ്മ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഈ വക രാജ്യങ്ങളെല്ലാം ചേർന്ന നമ്മുടെ പഴയ അഖണ്ഡ ഭാരതം. ഇതിൽ നേപ്പാളും ഭൂട്ടാനും ഒക്കെ വരുമോന്ന് പഴയ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് നോക്കേണ്ടി വരുമെന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്കിവിടെ ചില ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഭരണഘടന പറ്റുമെങ്കിൽ ഒന്ന് ഭേദഗതിപ്പെടുത്തണം. നമുക്ക് ഈ പൗരത്വ നിയമമൊക്കെ ഒന്ന് നടപ്പിലാക്കി ചില അച്ചടികളെയൊക്കെ ഒഴിവാക്കണം. അതിനുശേഷം നമ്മൾ നേരെ അഖണ്ഡ ഭാരതം രൂപവൽക്കരിക്കാനുള്ള, അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഡൽഹിക്കാരെ പോലും വിദേശികളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇത് ശരിയാണോ? നമ്മള് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പലതും പറയും, പക്ഷെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും ആദർശത്തിനും ഒക്കെ യോജിക്കുന്നതാണോ എന്നുകൂടെ നോക്കേണ്ടതല്ലേ?